ഹലോ നമസ്കാരം. ഹോല വേൾഡിൻ്റെ പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഓസ്ട്രേലിയയിൽ ജീവിക്കുന്നതും ഇന്ത്യയിൽ ജീവിക്കുന്നതും തമ്മിലുള്ളൊരു മേജർ ഡിഫറൻസ് ആണ്. അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരൻ ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യങ്ങളിൽ പോകുന്നതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഒരു കംപ്ലീറ്റ് വിശകലനം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാമത്തെ കാര്യം പറയാനുള്ളത്, ഒരു 12 പോയിൻ്റ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ പോയിൻ്റ് പ്രൈവസി. പ്രൈവസി ഒരു വലിയ ഫാക്ടറാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് നിർണ്ണയിക്കുന്നതിൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ അയൽപ്പക്കത്ത് എന്ത് നടക്കുന്നു എന്നറിയാൻ വളരെ ഉത്സുകരാണ്. അപ്പുറത്തെ വീട്ടിൽ എന്താ നടക്കുന്നത്, അവിടെ എന്താണ്, അവരുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി ചെന്ന അഭിപ്രായം പറയുക, അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക, അവരെങ്ങനെ ജീവിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുന്ന ഒരു കൾച്ചർ നമ്മുടെ കേരളത്തിലുണ്ട്. എന്നാൽ ഓസ്ട്രേലിയ പോലെയുള്ള വെസ്റ്റേൺ കൺട്രീസിലെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, തൊട്ടപ്പുറത്തെ ഫ്ലാറ്റിൽ ജീവിക്കുന്നവൻ ഏത് രീതിയിൽ ജീവിക്കണമെന്ന് അവൻ നിർണ്ണയിക്കും, അവൻ തീരുമാനിക്കും. അവൻ എന്താണ് ഇഷ്ടം അതിന് കോപ്പറേറ്റ് ചെയ്യുകയും ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്ന അയൽവാസികളാണ്. ഒരുപാട് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു കയറുന്നില്ല. ഒരു പക്ഷേ നമ്മുടെ ഫാമിലിയോ റിലേറ്റീവ്സോ അധികം ഇല്ലാത്തത് കൊണ്ടുമായിരിക്കാം. പക്ഷേ ഫാമിലിയോ റിലേറ്റീവ്സോ ഉണ്ടെങ്കിൽ പോലും അവിടെ വന്ന് അവർ ആ കൾച്ചറിനെ മനസ്സിലാക്കി ജീവിക്കുമ്പോൾ ഇറ്റ് ഈസ് ഡിഫറെൻറ്റ്. നമുക്ക് ലൈഫ് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നും. മറ്റുള്ളവരുടെ ഇടപെടലില്ല, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ പ്രൈവസി എന്നുള്ള ഫാക്ടറാണ് നമ്പർ 1 പോയിൻ്റായിട്ട് നമ്മൾ കവർ ചെയ്യുന്നത്. രണ്ടാമത്തെ പോയിൻ്റ് സേഫ്റ്റി. സേഫ്റ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ മൊത്തത്തിലുള്ള ഒരു സേഫ്റ്റി ഉണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് യാത്ര ചെയ്ത് നമ്മുടെ വർക്ക് പ്ലേസിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു ലക്ഷ്യസ്ഥാനത്തേക്കുള്ള ഒരു റോഡ് മാർഗത്തിലുള്ള യാത്രക്കിടയിൽ സംഭവിക്കാൻ പറ്റുന്ന ആക്സിഡൻറ്റ്സ്, ദ അൺപ്രഡിക്റ്റബിലിറ്റി, നമുക്ക് സമയത്തെത്തുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഭയങ്കരമായ ഒരു കോൺഫ്ലിക്ട്സ് നമ്മൾ കാണാറുണ്ട്. ഇന്ത്യയിൽ അത് ഭയങ്കര കുറവായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. എന്നാൽ ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യത്ത് വർക്ക് പ്ലേസ് സേഫ്റ്റി അതിഭയങ്കരമായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് ഒരു മനുഷ്യജീവന് എന്തെങ്കിലും അപകടം വരാൻ സാധ്യത ഉണ്ടെങ്കിൽ അവിടുത്തെ ഫാക്ടറി വേണം ഷട്ട് ഡൗൺ ചെയ്ത് കളയും. നമ്മുടെ നാട്ടിൽ ഒരിക്കലും ചെയ്യാത്ത കാര്യമാണ്. അതുപോലെ തെങ്ങേന്ന് വീണ് എഴുന്നേക്കാൻ മേലാതെ കിടക്കുന്ന ആൾക്കാരെ നമുക്കറിയാം. പ്രോപ്പർ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ഇല്ലാതെ തെങ്ങേ കയറുന്ന ആൾക്കാരെ നമ്മൾ കാണും. അല്ലെങ്കിൽ വർക്ക് പ്ലേസിൽ വെറും നമ്മൾ KCB വർക്ക് ചെയ്യുന്ന ആൾക്കാർ പലപ്പോഴും ഹെൽമെറ്റ് ഇല്ലാതെ ഏണി വെച്ച് നമ്മുടെ പോസ്റ്റിൻ്റെ മേളിലോ മരത്തിൻ്റെ മേളിൽ കയറി കട്ട് ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. ഓസ്ട്രേലിയയിൽ അങ്ങനെ ഒരു കാഴ്ചയില്ല. അതിന് പ്രോപ്പർ ക്രെയിനിൽ ലിഫ്റ്റ് ചെയ്ത ആൾക്കാരെ കൊണ്ടുപോകുന്നു. ഇനി നമ്മൾ ഒരു ബിൽഡിങ്ങിൽ ഗ്ലാസ് ക്ലീൻ ചെയ്യുന്ന ആൾക്കാർക്കും പ്രോപ്പർ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സോ പഴയ കയറ് കെട്ടി തൂങ്ങിയാടി ക്ലീൻ ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ അതിന് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് നമ്മൾ സിനിമയിൽ ഉപയോഗിക്കുന്ന പോലെ ഒരു ജിപ്പ് ക്രെയിനോ എന്തെങ്കിലും പറഞ്ഞ് പ്രോപ്പറായിട്ടുള്ള വയേഴ്സും എക്യുപ്മെൻസും ഇട്ട് മാത്രമാണ് അവിടെ ജോലി ചെയ്യുക. അതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്, ശക്തമായ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ നടപ്പിലാക്കുന്ന ഗവൺമെൻറ്റുണ്ട്. അപ്പോൾ ഇതൊക്കെ മിസ്സിങ് ആണ് എന്നുള്ളത് കൊണ്ട് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് വർക്ക് പ്ലേസിലുള്ളത് നമ്മുടെ ജീവിത നിലവാരത്തിനെ ഒത്തിരി ഉയർത്തുന്നു. നിങ്ങൾ ആരും വിചാരിക്കുന്ന പോലെ ഇവിടുന്ന് എല്ലാവരും ഓസ്ട്രേലിയക്കോ വെസ്റ്റേൺ കൺട്രീസിലേക്കോ പോകുന്നത് ചിലപ്പോൾ കുറേ പൈസ ഉണ്ടാക്കി സമ്പന്നനാവാൻ വേണ്ടിയല്ല. ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണ്. ക്വാളിറ്റി ഓഫ് ലൈഫ് നല്ലതായതുകൊണ്ടാണ് ചേട്ടന്മാരും ചേച്ചിമാരും അവിടെ പോയവർ വീണ്ടും നെക്സ്റ്റ് ജനറേഷനെ കൊണ്ടുപോകാനും പ്രോത്സാഹിപ്പിക്കുന്നതും പറഞ്ഞു കൊടുക്കുന്നതും. പോയിൻ്റ് നമ്പർ 3 ലെസ് ഡ്രാമ. വലിയ ഡ്രാമയൊന്നുമില്ല. നമുക്കിവിടെ കാണുന്നൊരു സംഭവം, അയ്യോ മോനെ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ഇത് ഭയങ്കരമായ ഓവർ പ്രൊട്ടക്ഷൻ കൊടുത്ത് കുട്ടികളോട് കാണിക്കുന്ന സ്നേഹം അവരെ കൂടുതൽ ഭയമുള്ളവരാക്കി മാറ്റുന്നതായിട്ട് കാണാറുണ്ട്. ഡെയറിങ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആക്കാൻ ശ്രമിക്കാറില്ല നമ്മുടെ ഇവിടുത്തെ പേരൻറ്റിങ് ശൈലിയിൽ. പ്രിവിലേജ്ഡ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ എൻ്റെ മോനെ ഇതൊന്നും ചെയ്യണ്ട എന്ന് ചിന്തിക്കുന്ന പേരൻസ് അറിവില്ലായ്മയാണ് കാണിക്കുന്നത്. പക്ഷേ കഷ്ടപ്പാട് എന്താണെന്നും തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല എന്നുള്ള പ്രിൻസിപ്പിൾ അറിയാവുന്ന പേരൻസ് മക്കളെ വിദേശത്ത് വിട്ട് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഒരു പക്ഷേ ഇതുകൊണ്ടായിരിക്കാം. ഞാനിപ്പോൾ വിദേശ വിദ്യാഭ്യാസത്തിൻ്റെ അംബാസഡർ ആയതുകൊണ്ട് ഞാൻ പറയുന്നതല്ല. ഞാനൊരു വിദേശ വിദ്യാഭ്യാസം ചെയ്തിട്ട് അതിൻ്റെ ഒരു വ്യത്യാസം കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് പറയുന്നതാണ്. നമുക്ക് വീട്ടിൽ കുട്ടികൾക്ക് പാത്രം കഴുകാനോ തുണി അലക്കാനോ വീട്ടിലെ ബേസിക് ഒരു ബൾബ് മാറ്റിയിടാൻ പോലും അറിയാൻ മേലാത്ത കുട്ടികൾ ഉണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പുറത്തു പോയി പഠിക്കുമ്പോൾ സ്വന്തം കാര്യങ്ങളെല്ലാം സ്വന്തമായി ചെയ്യുമ്പോൾ വരുന്ന ഒരു മികവ്, അത് ശരിക്കും ജീവിതത്തിൽ എന്നും നമുക്ക് 4 കാലേ വീഴാൻ ഉള്ള ഒരു കേപ്പബിലിറ്റിയും കപ്പാസിറ്റിയും കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം ഈ ലെസ് ഡ്രാമ. എന്ത് കാര്യത്തിലാണെങ്കിലും നമ്മൾ വർക്കിൻ്റെ കാര്യത്തിലായാലും ഒക്കെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആവുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഓസ്ട്രേലിയയിലുള്ളത്. വർക്ക് പ്ലേസിലാണെങ്കിൽ എംപ്ലോയർക്ക്
നമ്മുടെ വർക്ക് പ്ലേസിൽ കറക്റ്റായിട്ടൊരു കാര്യം ഫീഡ്ബാക്ക് കൊടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് അതേ സെൻസിൽ അവരെടുക്കുന്നുമുണ്ട്. അത് ആ കൾച്ചറിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതാണ് ലെസ് ഡ്രാമ എന്ന് പറയുന്ന കാര്യം. അടുത്ത പോയിന്റ് നമ്പർ 4, കൾച്ചറൽ ഡിഫറൻസ് അടുത്ത പോയിൻ്റാണ്. ആ പോയിന്റിൽ നമുക്ക് പറയാവുന്ന ഒരു കാര്യം, റേസിസം ഓസ്ട്രേലിയയിൽ വളരെ കൂടുതലാണ്. പത്രമാധ്യമങ്ങളിൽ ഒക്കെ നിറഞ്ഞു നിന്ന ഒരു കാര്യമാണ്. ബാറിൽ പോയ പഞ്ചാബിയെ അറ്റാക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ പുറത്തു പോയ ഒരു കൂട്ടം പഞ്ചാബി ചെറുപ്പക്കാർ പോയപ്പോൾ വട്ടത്തിൽ ബൈക്കേഴ്സ് വന്ന് അവരെ തല്ലി. ഇങ്ങനത്തെ ഇൻസിഡൻസ് ഒക്കെ നമ്മൾ പത്രത്തിൽ ഒരുപാട് വായിച്ചിട്ടുണ്ട്. 2000, 2005, 2010 സമയങ്ങളിലൊക്കെ അത് മലയാള മനോരമ തുടങ്ങിയ പ്രമുഖ മാധ്യമങ്ങളിൽ ന്യൂസായിട്ട് വരികയും അതൊരു വലിയ ആശങ്കയായിട്ടും, ഞാൻ ഓസ്ട്രേലിയയിൽ 2016 പോകുന്നതിന് മുന്നേ എൻ്റെ ആൻറ്റി അങ്കിളും ഒക്കെ ഉൾപ്പെടെ, എടാ മോനെ അവിടെ റേസിസം കൂടുതലല്ലേ, ഓസ്ട്രേലിയ തന്നെ പോകണോ എന്ന് ചോദിച്ചവരുണ്ട്. പക്ഷേ റേസിസം ഏറ്റവും കൂടുതലുള്ള സ്ഥലം റിയാലിറ്റിയിൽ എവിടെയാണ് എന്നൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെ നാട്ടിൽ തന്നെ അല്ലേ, ഇന്ത്യയിലല്ലേ റേസിസം ഏറ്റവും കൂടുതൽ? ക്രിസ്ത്യാനിയും മുസ്ലിമാണ്, അല്ലെങ്കിൽ ഹിന്ദുവാണ്, ഇങ്ങനെ ഓരോ കാറ്റഗറൈസേഷൻ, പാണ്ടിക്കാരൻ അല്ലെങ്കിൽ ബംഗാളി എന്ന് നമ്മൾ അഭിസംബോധന ചെയ്യുന്നത് ശരിയല്ല. തമിഴൻ എന്ന് പറയുന്നതിലൊരു ഒരു ഒരു റെസ്പെക്റ്റ് ഉണ്ട്. പാണ്ടിക്കാരൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ഡിസ്റെസ്പെക്ട്ഫുൾ വേയിലാണ് നമ്മൾ. ബംഗാളി എന്ന് പറയുന്നതും ഒരു ഡിസ്റെസ്പെക്ട്ഫുൾ വേയിൽ. ഇറ്റ് ഈസ് എ റേസിസം. റേസ് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ലൊക്കാലിറ്റി വെച്ചോ അവൻ്റെ ഭാഷ വെച്ചിട്ടോ ഒക്കെ നമ്മൾ വിളിക്കുക. പക്ഷേ അതിലൊരു പരിധി വരെ അവർ നടക്കുന്ന ക്ലെൻലിനെസ് ഇല്ലാതെ വരുന്നത് കൊണ്ടും ഒക്കെ നമുക്ക് അവരെ അങ്ങനെ വിളിക്കുന്നത്. ഇപ്പം ഒരു നല്ല തമിഴൻ നന്നായി ഡ്രസ്സ് ചെയ്ത്, ഇപ്പോൾ നമ്മുടെ ആരാ പറയാം, ഒരു തമിഴ് നടൻ വിജയ് വന്നു കഴിഞ്ഞാൽ വിജയ് പാണ്ടിക്കാരൻ നമുക്ക് വിളിക്കാൻ തോന്നുന്നില്ല. അതാണ് അതിൻ്റെ ഒരു റിയാലിറ്റി. വിജയ് വരുന്നത് വെൽ ഡ്രസ്ഡ് ആയിട്ടാണ് വരുന്നത് എന്നുള്ളത് കൊണ്ടാണ്. അപ്പം ശരിക്കും ഇതിൻ്റെയൊക്കെ ഒരു ബേസിക് കാര്യം ക്ലെൻലിനെസ് ആണ്. നമ്മൾക്ക് വിചാരിക്കുന്ന പലതും വേറൊരു സംസ്കാരത്തിൽ അത്രയും ക്ലീനായിട്ട് തോന്നണമെന്ന് അവർക്കില്ല. അപ്പോൾ ഇത് തന്നെ ഇവിടെയും സംഭവിക്കാം. നമ്മുടെ ഇവിടുത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ഒരു ടീഷർട്ടും ലുങ്കിയും ഇട്ടുകൊണ്ട് നടക്കുന്നത് ഓസ്ട്രേലിയയിൽ നടന്നു കഴിഞ്ഞാൽ അത് അല്പം വിയേർഡായിട്ട് ഫീൽ ചെയ്യും അല്ലേ? അപ്പം അങ്ങനെ ചെയ്യുന്ന പേരൻസൊക്കെ ഉണ്ട്. ഇവിടുന്ന് അവിടെ പോയിട്ട് അങ്ങനെ ജീവിക്കുന്നവരുണ്ട്. അപ്പം നമ്മൾ നാടോടുമ്പോൾ നടുവേ ഓടണം എന്നുള്ളൊരു കൺസെപ്റ്റ് പിടിച്ചാൽ മാത്രം മതി. അല്ലാതെ കൾച്ചറലി റേസിസം എന്നൊരു ഫാക്ടർ അവിടെ ഇല്ല. എനിക്ക് അനുഭവിക്കേണ്ട വന്നിട്ടില്ല. ഇനി അഥവാ അനുഭവിച്ചിട്ടുള്ളവർ വിദ്യാഭ്യാസം കുറവുള്ള റീജിയണൽ റിമോട്ട് ഏരിയസിലുള്ളവരാണ്. അത് നമ്മുടെ നാട്ടിലും സംഭവിക്കാറുള്ള കാര്യമാണ്. നമ്മുടെ റിമോട്ടായിട്ട് വനം പ്രദേശങ്ങളിലൊക്കെ ഉള്ളവർ, പഴമയായ ചിന്താഗതി, അവർ പുറത്ത് ലോകത്ത് എന്താ നടക്കുന്നതെന്ന് അറിയാൻ മേലാത്തവർ, ഒരു സ്ലീവ്ലെസ് ഇട്ടുകൊണ്ടൊരു പെൺകുട്ടി പോയി കഴിഞ്ഞാൽ കോലെ കയറി എന്ന് വിളിക്കുന്ന നാട്ടുകാർ ഒക്കെ വളരെ കൂടുതലാണ്. അതൊക്കെ തന്നെ നമുക്ക് അവിടെയും പ്രതീക്ഷിക്കാം. അവിടെ പോയിട്ട് അവർ ചിന്തിക്കാം. റീജിയണൽ സൈഡിലുള്ള സായിപ്പന്മാരൊക്കെ വിചാരിക്കാം, ഇവനൊക്കെ ഈ വരത്തന്മാരൊക്കെ വന്നിട്ടാണ് ഞങ്ങൾക്ക് ജോലി കിട്ടാത്തത്, നല്ല ജോലി കിട്ടാത്തതോ, അവനൊക്കെ വലിയ ടെസ്ല കാറിൽ നടക്കുന്നു, ഞാനിപ്പോഴും നടക്കുന്നത് പഴയ ഒരു കാറിലാണ് എന്നൊക്കെ ചിന്തിക്കുന്നത് ശരിക്കും അവരുടെ വിവരമില്ലായ്മ കൊണ്ടാണ്. അപ്പോൾ അല്ലാതെ ഒരു മൾട്ടി കൾച്ചറൽ കൺട്രിയാണ്. അപ്പോൾ ഇന്ത്യക്കാർക്ക് ഒരിക്കലും ഇനി റേസിസം നേരിടേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പല കമ്പനികളിലെ സിഇഒമാർ ഇന്ത്യക്കാരാണ്. നമുക്കറിയാം, സുന്ദർ പിച്ചൈ തൊട്ട് പല കമ്പനികളും ഓൺ ചെയ്യുന്നത് അത്രയും ആയിട്ടില്ലെങ്കിലും സിഇഒ അതിനെ ലീഡ് ചെയ്യുന്ന നമ്മുടെ ക്വാളിറ്റീസ് വളരെ വലുതാണ്. അപ്പം നമ്മൾ എങ്ങനെ ആയിരിക്കുന്നു, നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഒരു ഫാക്ടറായിട്ട് വരുന്നുള്ളൂ. ഒരിക്കലും റേസിസം നമുക്കങ്ങനെ നേരിടേണ്ടി വരുന്ന ഒരു രാജ്യമല്ല ഓസ്ട്രേലിയ. കാരണം അവിടെ മൾട്ടി കൾച്ചറൽ സൊസൈറ്റിയാണ്. ഓസ്ട്രേലിയ മാത്രമല്ല, പല വെസ്റ്റേൺ കൺട്രീസും ഏജിങ് പോപ്പുലേഷൻ ആയതുകൊണ്ട് പുറത്തുനിന്നുള്ള ആൾക്കാരുടെ വലിയ ഇൻക്ലൂഷൻ ഉണ്ട് അവിടെ. അപ്പോൾ ഒരിക്കലും അങ്ങനെ മാറ്റി നിർത്തപ്പെടത്തില്ല. ഇനി നാളെ വേൾഡ് റൂൾ ചെയ്യാൻ പോകുന്നത് ഇന്ത്യക്കാർ തന്നെയായിരിക്കും. ഇന്ത്യക്കാരും ചൈനക്കാരും ആയിരിക്കും. കാരണം നമുക്ക് വേണ്ടിയാണ് ഇപ്പോൾ സിനിമകൾ ഉണ്ടാകുന്നത്. ഇപ്പോഴും സിനിമകളിൽ ഇന്ത്യൻ മസാലകൾ കയറി തുടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം, ആ സായിപ്പന്മാരും ഒക്കെ, അതായത് ഫോറിനേഴ്സൊക്കെ കൂടി ഇന്ത്യക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, അവർ ഇന്ത്യൻ സോങ്ങിന് ഡാൻസ് കളിച്ച് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് വരുന്നത് എന്തിനാണ്? കാരണം മെജോറിറ്റി ഇനി നമ്മൾ എല്ലാ കാര്യവും അങ്ങനെയാണ്. സിനിമ നിർമ്മിക്കുമ്പോഴും യൂത്തിനെ ഫോക്കസ് ചെയ്ത, കാരണം യൂത്ത് പോപ്പുലേഷനാണ് ഏറ്റവും കൂടുതൽ. അവർ കൂടുതൽ തിയേറ്ററിൽ വന്നാലാണ് സിനിമ ഇൻഡസ്ട്രി വിജയിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ഇനി ലോകത്തിലും എല്ലാ കാര്യങ്ങളും ഇന്ത്യക്കാർക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യും, ചൈനക്കാർക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ വളരെ ശക്തമായ ഒരു നിലയിലാണ്. അപ്പോൾ നമ്മൾ അതോർത്ത് റേസിസം ഓർത്ത് പോകാതിരിക്കേണ്ട ഒരു ആവശ്യമില്ല. ഒരു വേൾഡ് സിറ്റിസണായിട്ട് വളർന്നു വരുന്ന ഒരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകാൻ പറ്റുന്നിടത്ത് എത്രയും നേരത്തെ എത്തുന്നോ അതത്രയും നന്നായിരിക്കും. അഞ്ചാമതായിട്ട് പറയാൻ പോകുന്ന പോയിന്റ് വർക്ക് പ്ലേസ് ആക്സിഡൻറ്റ് കവറേജിനെ പറ്റിയാണ്. ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ച പോലെ തെങ്ങ കയറി താഴെ വീണ ആൾക്ക് കവർ ചെയ്യും, പ്രൊട്ടക്ഷൻ ഇല്ല. അപ്പം അതിന് പകരം അതിനൊക്കെ ഒരു സിസ്റ്റവും പ്രോസസ്സും വളരെ കൃത്യമായിട്ട് വേണം. അത് വർക്കേഴ്സിന് വേണ്ടി ഇവിടെ പാർട്ടി വരെയുണ്ട്. പക്ഷേ ആ പാർട്ടി എന്താണ്
ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. ശരിക്കും എന്താണ് ചെയ്യേണ്ടത്? ഒരു ജോലി സ്ഥലത്ത് വെച്ച് ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അവനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് എന്ത് നിയമ സംവിധാനങ്ങളാണ് ഇവിടെ ഉള്ളത്? നമുക്ക് ഡെലിവറി ബോയ്സ് പോകുന്നുണ്ട്, കഷ്ടപ്പെട്ട് മിനിറ്റുകൾക്കുള്ളിൽ ആ ഡെലിവറി നടത്തിയില്ലെങ്കിൽ അവന് ശമ്പളം കിട്ടാത്ത അവസ്ഥയുണ്ട്. മരണപ്പാച്ചിലിനിടയിൽ മരണപ്പെട്ടു പോകുന്ന എത്രയോ ഡെലിവറി ബോയ്സിൻ്റെ കഥകൾ നമ്മൾ പത്രത്തിലൂടെ വായിക്കുന്നു. എന്നാൽ ഇത് കമ്പനിയുടെ ഉത്തരവാദിത്തമാണ് ആ സേഫ്റ്റി പോളിസി ഇൻസ്റ്റാൾ ചെയ്യുക. ഈ പ്രാക്ടിക്കലി പോസിബിൾ ആയിരിക്കണം. തെങ്ങണായിൽ നിന്ന് ഒരു ഡെലിവറി ചങ്ങനാശ്ശേരിയിലേക്ക് പോകാൻ എത്ര സമയം സേഫ്റ്റിയോടുകൂടി ചെയ്യാൻ പറ്റുന്നോ ആ സമയത്തിന് മുകളിൽ അതിനേക്കാളും കുറഞ്ഞ സമയത്ത് ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ അതിന് പണിഷ്മെൻറ്റ് കൊണ്ടുവരണം. അങ്ങനെ റൂള് കൊണ്ടുവരണം. അതായത് കൃത്യമായ സേഫ്റ്റി പ്രോട്ടോക്കോൾസ് പാലിച്ച് വേണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ KSEBയിൽ വർക്ക് ചെയ്യുന്ന പലരും റബ്ബർ ചപ്പലിട്ടുകൊണ്ട് കയറുന്നുണ്ട്. വർക്ക് ബൂട്ട്സ് എവിടെ? ഹെൽമെറ്റ്സ് എവിടെ? ഇതില്ലാതെ വർക്ക് ചെയ്യുന്ന, ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന, ഫാക്ടറികളിൽ വർക്ക് ചെയ്യുന്ന ധാരാളം തൊഴിലാളികളുണ്ട്. നമ്മുടെ ഭായിമാർ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവർ പലരും വേണ്ട പോലെ സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ് ഇല്ലാതെ കഷ്ടപ്പെടുന്നത് നമ്മൾ കാണാറുണ്ട്. അവിടെ ഒരു കിച്ചണിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് പോലും, പാത്രം കഴുകുന്ന സ്റ്റാഫ് പോലും ഹാർഡ് ബേസ് ഉള്ള സ്റ്റീൽ ക്യാപ്പുള്ള ഷൂസ് ഇട്ടുകൊണ്ടേ കിച്ചണിൽ വർക്ക് ചെയ്യുള്ളൂ. എന്തുകൊണ്ടാണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു കിച്ചണിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു കത്തി, മൂർച്ചയുള്ള ഒരു കത്തി താഴെ വീഴുമ്പോൾ അത് കാലേ വീഴാനുമുള്ള ഒരു ചെറിയ പ്രോബബിലിറ്റി ഉണ്ട്. അങ്ങനെ വീഴുമ്പോൾ കാലിലെ വിരലുകൾ അറ്റുപോകാതിരിക്കാൻ ചെയ്യുന്ന ഒരു ചെറിയ ടെക്നിക്കാണിത്. പക്ഷേ ഇത് നമ്മുടെ ഇവിടുത്തെ അടുക്കളകളിൽ വർക്ക് ചെയ്യുന്ന എത്ര പേർക്കുണ്ട്? നമ്മുടെ എത്രയോ ചേച്ചിമാർ പല അടുക്കളയിലും വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് എന്ത് സംവിധാനങ്ങളാണ് നമ്മൾ കൊടുക്കാറുള്ളത്? കൊടുത്തില്ലെങ്കിൽ അത് വർക്ക് പ്ലേസിലെ എംപ്ലോയറാണ് അത് കോമ്പൻസേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനുള്ള നിയമ സംവിധാനങ്ങൾ ഇനിയുമായിട്ടില്ല 21ാം നൂറ്റാണ്ടിലും. ഇതൊക്കെ തന്നെയാണ് വേറൊരു കാരണം ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യങ്ങളിലേക്ക് നമ്മുടെ ഇവിടെയുള്ള ആൾക്കാർ ചേക്കേറാനായിട്ട്. പോയിന്റ് നമ്പർ 6, നമുക്ക് എല്ലാ കാലവും യൗവനമായിരിക്കില്ല. ഓൾഡർ ഏജ്, അങ്ങനൊരു പ്രായമുണ്ട്. നമുക്ക് പ്രായമാകുമ്പോൾ മക്കൾ നമ്മളെ നോക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് വേണ്ട സൗകര്യങ്ങൾ കിട്ടുന്നില്ല എന്ന് പരാതിപ്പെടുന്ന ഒരു ജനസമൂഹം ഇവിടെ വളർന്നു വരികയാണ്. അതിന് വ്യത്യസ്തമായിട്ട് ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യങ്ങളിലെ വൃദ്ധസദനങ്ങൾ എന്ന് നമ്മൾ ആക്ഷേപിക്കുന്നത് ശരിക്കും ഓൾഡ് ഏജ് കെയർ ഹോമുകളാണ്. എന്ത് ക്വാളിറ്റി സർവീസാണ് അവിടെ കിട്ടുന്നത്? ഞാനിവിടെ ഡെലിവറി ബോയ് ആയിട്ട് പോയിട്ടുണ്ട്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മൾ കൊതിക്കുന്ന ജീവിതമാണ് അവിടുത്തെ ഓൾഡ് ഏജ് ഹോമുകളിൽ പലതിലും, നല്ല പ്രീമിയം ഹോമുകളിൽ ഞാൻ കാണാറുള്ളത്. അതായത് കൂട്ടുകാരൊത്ത്, സമപ്രായക്കാരൊത്ത് അവർക്ക് ഒന്നിച്ചിരുന്ന് വേണമെങ്കിൽ അല്പം ഡ്രിങ്ക്സ് കഴിക്കാനോ, ഒരുമിച്ചിരുന്ന് സ്വാതന്ത്ര്യത്തോടെ തമാശകൾ പറയാനോ, അവർക്ക് ഒന്നിച്ച് ക്യാരംസ് കളിക്കാനോ ഒക്കെയുണ്ട്. അതുപോലെ എല്ലാ വീക്കെൻഡിലും ഫാമിലിക്ക് വന്ന് വിസിറ്റ് ചെയ്യാം. അപ്പോൾ ഫാമിലി ബിസി ആയിട്ടുള്ള ലൈഫിൽ നമ്മളിപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? 9 to 5 വർക്കിന് പോകുന്ന കുട്ടികളും പേരൻസ് വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ. അപ്പോൾ അങ്ങനെ അതൊരു സോഷ്യലി മാറി ചിന്തിക്കേണ്ട കാലഘട്ടമാണ്. അപ്പോൾ അതൊരു മോശമല്ല. വളരെ ഹാപ്പിയായിട്ട് അവർ ജീവിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ജീവിക്കുന്നതിൽ എന്താണ് തെറ്റ്? അപ്പോൾ കൂടെ ജീവിക്കുന്നത് തെറ്റാണ് എന്നല്ല ഞാൻ പറഞ്ഞത്. കൂടെ ജീവിക്കുന്നതും നല്ലതാണ്, അങ്ങനെ പ്രിഫർ ചെയ്യുന്നത് നല്ലതാണ്, അങ്ങനെ ചെയ്യുന്നവർ അവിടെയുമുണ്ട്. പക്ഷേ ഈ ഓൾഡ് ഏജിന് കിട്ടുന്ന ആ ഒരു പരിഗണന, അവരുടെ ലൈഫ് എക്സ്പെക്റ്റൻസി കൂടുതലാണ്, അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് വളരെ കൂടുതലാണ്. സൂപ്പർ ആനുവേഷൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്, PF ഇല്ലേ. അപ്പോൾ പെൻഷൻ ഫണ്ടൊക്കെ വളരെ നന്നായി അവിടെ മാനേജ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അവരുടെ ഫണ്ടിൽ ഒരു 60ാം വയസ്സിൽ അവർക്ക് കിട്ടുന്ന ഫണ്ട് അവരുടെ ജീവിതകാലത്ത് അവർ ഏൺ ചെയ്യുന്ന എല്ലാ മാസവും 10% അവർക്ക് ഈ ഫണ്ടിലുള്ളത് കൊണ്ടൊരു നല്ല തുക അവർ റിട്ടയർ ചെയ്യുന്ന പ്രായത്തിൽ അവർക്ക് കിട്ടുന്നുണ്ട്. അത് വെറുതെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയല്ല, മ്യൂച്വൽ ഫണ്ട് പോലെയുള്ളിടത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് പ്രൈസിന് ആ ഇടുന്ന വാല്യൂ കൂടിയും കൂടെയാണ് വരുന്നത്. അപ്പോൾ ഒരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് മാർഗം കൂടിയാണത്. അങ്ങനെ 60ാം വയസ്സിൽ അവർക്ക് ശരിക്കും നല്ല ഒരു ക്വാളിറ്റി ഓഫ് ലൈഫോടെ റിട്ടയർ ചെയ്യാൻ സാധിക്കുന്നു. അവർ ക്രൂയിസ് ഷിപ്പുകളിൽ യാത്ര ചെയ്യുന്നു, ലോകം കറങ്ങുന്നു, നല്ല ഫുഡ് കഴിച്ച് ജീവിക്കുന്നു, കൂട്ടുകാരുമൊത്ത് സമപ്രായക്കാരുമൊത്ത് നല്ല ലൈഫ് ചെയ്യുന്നു, നല്ല നേഴ്സുമാരും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഏജ് കെയർ പ്രൊഫഷണൽസിന് അവരെ നന്നായി ടേക്ക് കെയർ ചെയ്യാൻ പറ്റുന്നു. അപ്പം ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം ശരിക്കും നമ്മുടെ ഓവറോൾ ലൈഫിനെ ക്വാളിറ്റി വളരെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 6 പോയിന്റ് കവർ ചെയ്തു. അടുത്ത 6 പോയിന്റുമായിട്ട് ഞാൻ പുറകെ വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അങ്ങനെയാണെങ്കിൽ ഇതുപോലത്തെ ഇഷ്ടപ്പെട്ട വീഡിയോകൾ ഇനിയും നിങ്ങളുടെ ഫീഡിൽ കാണാൻ പറ്റുകയുള്ളൂ. ദിസ് ഇസ് ജസ്വിൻ സൈനിങ് ഔട്ട് ഫ്രം ഹോല വേൾഡ് യൂട്യൂബ് ചാനൽ.